Good morning, ma'am. കേൾക്കുന്നില്ല മാം. മാം മാം പറയുന്നത് പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ലേ മാം? ഒന്നും കേൾക്കുന്നില്ല മാം. ഹലോ. ഇപ്പൊ കേക്കാം. ഓക്കെ, കേൾക്കാലോ? ക്ലിയർ അല്ലേ ഇപ്പോ? മാം യെസ്, ക്ലിയർ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. Prayal, thought of the day and sign it. Good morning, ma'am. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിതേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരേണമേ ദയാനിതേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. Okay, next. Good morning, ma'am, and good morning, everyone. My name is Tessie. Thought of the day. There are no secrets to success. It is the result of preparation, hard work, and learning from failure. Thank you. Okay, Good morning, teacher and friends. My name is Rachel, and I am very happy to see you all today. I welcome our dear teacher and my dear friends to this beautiful class. Let us be kind, helpful, and learn many new things together. I hope this class will be full of joy and knowledge. Thank you, and once again, welcome everyone. Thank you. yeah, okay.
സോ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് എന്നോട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, എന്റെ ക്ലാസ് അല്ല എന്ന്. ഓക്കെ, പ്രതീക്ഷിച്ചില്ല മാം. പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഇടക്കിടക്ക് എന്നെ പ്രതീക്ഷിക്കാം. അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ കയറി വരും. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. സുഖം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ ടോപ്പിക് എന്തായി? ഒരുപാടാണോ? അടുത്ത ആഴ്ച മതി മാം. സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച്. കോൺഫിഡൻസ്. റിപ്പീറ്റില് എനിക്ക് ചെറുതായിട്ട് പറയാൻ വലിയ ഇതൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ പറയാം മാം. പറയട്ടെ? പറയല്ലേ, ആരൊക്കെ റെഡിയാണെന്ന് നോക്കട്ടെ ആദ്യം. ആരൊക്കെ പ്രിപ്പേർഡ് ആണെന്ന് നോക്കട്ടെ. ഞാനും റെഡിയാണ്. അസീന റെഡിയാണ്, ശ്രുതി റെഡിയാണ്. പ്രിപ്പയർ ആയവർ ഒന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ ചെയ്യാം. നോക്കട്ടെ. ആരൊക്കെ ഓക്കെയാണ്? കാരണം എല്ലാവരെയും കൊണ്ട് നമുക്ക് ക്ലാസ്സിൽ പറയിക്കല് പോസിബിൾ അല്ല എന്ന് തോന്നുന്നു. എല്ലാവരും പറയാൻ റെഡി ആണെങ്കിൽ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകുന്നത്. ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ അന്ന് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് പറയാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. മാമിനായിട്ട് പരിചയപ്പെടാമല്ലോ എന്ന് ഓർത്തിട്ട് ഇതുവരെ പരിചയപ്പെട്ടു. ബാക്കി എല്ലാവരായിട്ട് പരിചയപ്പെട്ടു. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇത്രയും പേരേ ഉള്ളൂ. ഒന്ന് സ്നേഹ, സീന, ശ്രുതി, സജിന, ഇത്രയും പേരേ ഉള്ളോ? ജെസി, ജെസി ഓക്കെ ആണ്. ദെൻ ഇനി വേറെ എങ്കിലും ഉണ്ടോ? കോൺഫിഡൻസ് ടോപ്പിക്. കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ആകെ 5 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും പ്രിപ്പയർഡ് അല്ല എന്നാണോ പറയുന്നത്? ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് സെറ്റ് ആക്കോ? ഓക്കെ, ഓക്കെ ആണ്. അപ്പൊ ഇത്രയും പേരെ കൂടെ നമുക്കൊന്ന് പറയിപ്പിക്കാം. ഇപ്പൊ അവർക്ക് അടുത്ത ക്ലാസ്സിൽ റെസ്റ്റ് എടുക്കാലോ. ബാക്കി എല്ലാരും പറയുന്നത് കേൾക്കാം. ഓക്കെ, അപ്പോ ലവ്ലി എന്നാണ് കേട്ടോ ഇതില്. തന്നെയാണ് ലവ് എന്നാണ് പേര്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് കോൺഫിഡൻസിനെ പറ്റി ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ഒരു ഇൻട്രൊഡക്ഷനും ചെറിയൊരു ഇതും കൂടി ഞാൻ തെറ്റാണ് മാം, അഡ്ജസ്റ്റ്. ഓക്കെ മാം. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യാം. ഓക്കെ. പേര് ലവ്ലി ഡിഗോൾ. ഞാൻ 50 വയസ്സായിട്ടാ മാം. എനിക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്ന് തോന്നി, ഞാനൊന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് അഡ്ജസ്റ്റ് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഞാൻ പേര് വിളിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല, ഒരു കുഴപ്പമൊന്നുമില്ല മാം അല്ലേ. ഞാൻ മാം എന്ന് വിളിക്കണം, പേര് വിളിക്കണം, കുഴപ്പമില്ല. Good morning ma'am and good morning my dear friends. I am Lovely Digol. I am a housewife. I have 2 children. Daughter is married. I have 2.5-year-old grandson also. I am a cancer survivor. Only 1 year after only. സെൽഫ് കോൺഫിഡൻസിന് ഞാൻ മലയാളത്തിൽ പറഞ്ഞോട്ടെ ഇടയ്ക്കൊന്ന് മാം. സെൽഫ് കോൺഫിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവമാണ്. when I was sick, that time I take the risk, and because I have a confidence that God gives me, that only I can, not mine only. That is the way to say, well, when we are on self confidence, we have to reach the goals and we have to get the dreams in our lives. That's only. അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ. നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പ്രിപ്പയർ അല്ല മാം, ഇത്തിരി തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടി പ്രിപ്പയർ ആയിട്ട് പറയാം. എനിക്ക് വേറെ ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ശരിയാവില്ലല്ലോ. സപ്പോസ് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പറയാട്ടോ. ഒട്ടും പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അത് പ്രിപ്പയർ ചെയ്യാൻ ഇന്നലെ ഞാൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടപ്പോൾ അത് പ്രിപ്പയർ ചെയ്തില്ല മാം. പിന്നെ തിരക്കിലായിരുന്നു. ഹസ്ബൻഡ് പുറത്താണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോനിപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ഗൾഫിൽ. ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഓടി നടക്കാനുണ്ടായിരുന്നു. 1 വർഷമായിട്ടുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ബ്രസ്റ്റ് റിമൂവാണ്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. എത്രയൊക്കെ ആക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയണു. അത്രേ ഉള്ളൂ. ഓക്കെ മാം. എവിടെയാ? നാട് എവിടെയാ? കൂട്ടുകാടാണ്. കൂട്ടുകാടാണ്. മാമിന്റെ വീട് എവിടെ?
മാമിന്റെ വീട് എവിടെയാ? തന്നെയാണ് മൂത്തോന്നാണ്. മൂത്തോന്നം. ആ, ഇതിലെവിടെയെങ്കിലും പോകുമ്പോ കാണുകയാണെങ്കിൽ അശ്വതി മാമും പറഞ്ഞായിരുന്നു ഇവിടെ അടുത്താണ് അശ്വതി മാം താമസിക്കുന്നത്. അപ്പൊ ഞാൻ മാമായിട്ട് മാത്രമേ പരിചയപ്പെടാതിരുന്നുള്ളൂ, കാരണം ഇതിന്റെ അന്ന് ഇൻട്രൊഡക്ഷൻ ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട്. എന്റെ പേര് അശ്വതി എന്നാണ്. ആ, അശ്വതിയാണ്. ഓക്കെ. അപ്പൊ മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പോകും. ഓക്കെ, ജസ്റ്റ് ഇതിലെ പോവാണെങ്കിൽ കേറിയിട്ട് പോണം. കൂട്ടുകാട് പള്ളിയുടെ ബാക്കിലാണ് എന്റെ വീട്, തൊട്ട് ബാക്കിൽ തന്നെയാണ്. അപ്പൊ അശ്വതിമാമും പറഞ്ഞു അതിലെ പോകുമ്പോ കേറാന്ന് പറയാം. അപ്പൊ കേറിയിട്ട് പോകണം തീർച്ചയായിട്ടും. ഞാനും എൻ്റെ ഒരു ഒരു ഇളയമയും മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ വേറെ ആരും ഇല്ല. മോള് അടുത്ത് തന്നെ കെട്ടിച്ചേക്കണത്, ഇടയ്ക്ക് വരും. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ചേർന്ന് ഇങ്ങനെ പോണു. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു എൻഗേജ് ആണല്ലോ, എല്ലാം വേറെ ചിന്തകളൊന്നും വരില്ലല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ സംസാരിക്കാൻ? ഇനി ആരാ? ഞാൻ പേര് വിളിക്കട്ടെ. അസീന പോയി. അസീന അവിടെ പോയി. ശ്രുതി സംസാരിക്കൂ. Yes, ma'am. Good morning, everyone. Good morning, ma'am. Today I am going to tell about my self-confidence. Self-confidence is the belief that we can do something and do it well. When we have self-confidence, we feel good about ourselves and our abilities. We are not afraid to do new things and take risk. Self-confidence helps us to achieve our goals and dreams. It gives us the courage to speak up and express our opinion. When we have self-confidence, we are more likely to succeed in our life. We are also happier and fulfilled. When we have self-confidence, we can learn from also take risk and use them as opportunity to grow. That's it, ma'am. ശ്രുതി, ടെൻഷൻ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട് മാം, കുറേശ്ശെ. എന്തിനാ ടെൻഷൻ? കൂളായിട്ട് സംസാരിക്കും കേട്ടോ, എല്ലാവരും കൂളായിട്ട് സംസാരിക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുക, അതിനുശേഷം ഒന്ന് മലയാളത്തിൽ പറയാം, ഒന്ന് കംഫർട്ടബിൾ ആവും. എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മലയാളമാണെങ്കിൽ നമുക്ക് എന്ത് മലയാളം പറയാതെ. ഓക്കെ, പേടി എന്താവോന്ന് അറിയില്ല പറഞ്ഞു വരുമ്പോ. നമുക്ക് പറയാം, ടൈം തരാം, നമുക്ക് ഫുള്ള് സംസാരിക്കാം. ഓക്കെ, അസീന റെഡിയാണ്. അസീന പറയൂ. അസീന പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. അസീന ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരിക്കൂ. നിങ്ങളെല്ലാരും ഫേസ് കാണുമ്പോ തന്നെ അറിയാം ടെൻഷനാണെന്ന്. Good morning everyone. Today I am going to speak a few words about a very important topic, self-confidence. Self-confidence means believing in yourself, in your abilities, and in your decisions. It is the voice inside that says, yes, I can do it. In our daily life, we face any challenges or public speaking. In all these situations, self-confidence help us stay calm and strong. A confident person is not afraid of problems. They try their best even if they fail. They believe in learning and moving forward. My own
experience. Let me tell you a small story from my own life. I didn't know how to ride a bicycle. One day, my cousin son laughed at me and said, "You haven't even told mommy that you don't uh, know how to ride." That hurt me, but I was not ready to give up. That day, I took the cycle and practiced with full uh, energy. I fell down many times, I got up and tried again and again. Finally learned how to ride the bicycle. That was my strong determination. I told myself, if a small boy like son can do it, why cannot I? Um, that belief in myself gave me the strength to succeed. That's when I realized. Now I will tell you a short story of about self-confidence. Once there was a little boy in primary school. There was a running race in his school. Every said he is too small. He cannot win. But the boy smiled and said, "I believe in myself. I will try my best." He ran the uh, race and came second. He did not win first prize, but he won something more important. Mm, Confidence. When you believe in yourself, you are already stronger than fear. Mm, we can build it step by step. Here are some simple ways. Try to do one good thing every day. Don't give up when you fail. Try again. Spend time with people who support you. Always remember yourself. I believe in me. Dear friends, self confidence is not magic. It is a strong belief that grows inside us. When you believe in yourself, you can face any challenges. You can shine in exams, competitions, and even in life. So, always remember with confidence in your heart, nothing is impossible. Thank you all. Thank ഓക്കെ you. നന്നായിട്ട് സംസാരിച്ചല്ലോ. ആദ്യം കുറച്ച് ലെഫ്റ്റ് പിന്നെ കൂളായി സംസാരിച്ചു അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ അതെ, ആദ്യം പറയുമ്പോ ഒരു ഇതായിരുന്നു. മാം, അതേ ഒരു പുറത്തൊരാൾ വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ. ആ ഒരു ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ എന്നിട്ട് വരാവേ. ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്നേഹ. സ്നേഹ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് ഉണ്ട്. എവിടെ പറയൂ. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്. ഓക്കെ സ്നേഹ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good morning, everyone. Today, I would like to share a few matters about self-confidence. Self-confidence is an attitude about our skills and abilities. It means we accept and trust ourselves and have a sense of control in our life. So, and we know our strength and weakness well, and we have positive views of ourselves. So, for that, first we want to make a positive, flourishing surroundings in our life, and obsolete negative people and negative thoughts in our life. Then, fulfill with the positive thing. Take everything as a challenge in our life and face it with a simple method. That kind of mentality also shows a kind of confidence. Starts our day with a smiley face. Starts our day with a smiley face and experience. That kind of experience gives you a flourishing mood throughout that day. And see, the smiling face that gives you a flourishing experience throughout the day. This is also a part of confidence. And so confidence plays a vital role in our day-to-day life. Thank you. Teacher, hi, Vara.
പേര് എയ്തൻ. ഇത് ഓക്കെ. സ്നേഹ നോക്കിയാണോ വായിച്ചത്? സത്യം പറയൂ. അല്ല അല്ല. ഓക്കെ, ഞാൻ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് സജിന. Okay, ma'am. Good morning, ma'am. Good morning, everyone. Today, I would like to share some thoughts about confidence. Confidence means believing in yourself and your abilities. It is the feeling that you can do something well or succeed. When you're confident, you're not afraid to try new things. Confidence helps you speak clearly, make decisions, and stay calm even in difficult times. It grows when you learn from mistakes and believe in your effort. Being confident doesn't mean being you're perfect. It's just knowing you're good enough and can always improve. That's all. Thank you. ഓക്കെ സജിന, പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ചും കൂടെ നമുക്ക് പറയാം കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, ഉണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടെസ്സി. മാം ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കാണാണ്ട് പറയാൻ പഠിച്ചിട്ടില്ല. അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയോ? അല്ല, നോക്കി വായിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയോ ചോദിച്ചത്. എഴുതിയിട്ടുണ്ട്, പ്രിപ്പയർ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ പറയാന്ന് പറഞ്ഞു. അല്ല, അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു മാം. ടെസ്സി ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, മ്യൂട്ട് ചെയ്തു. കാരണം എനിക്ക് എന്റെ സൗണ്ട് കേൾക്കാം, അതുകൊണ്ടാട്ടൊന്ന് പറയാനേ. നോക്കി വായിക്കണ്ട, ജസ്റ്റ് നമ്മൾ ബൈഹാർട്ടും ചെയ്യണ്ട കേട്ടോ. അത് നിങ്ങൾക്കുള്ളിൽ തോന്നുന്ന പോലെ എന്തൊക്കെയാണ് ആ ടൈമിൽ ബൈഹാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റും. അതെങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയാൽ മതി. ഓക്കെ, ബൈഹാർട്ട് ചെയ്ത് പറയണ്ട. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് തൻസീറ. എല്ലാവരും ബൈഹാർട്ട് ചെയ്താ പറയുന്നേ, കുഴപ്പമില്ല. തൻസീറ. മിസ്സേ, ഞാനും അതേ അവസ്ഥ. നോട്ടിൽ എഴുതി വെച്ചു. നോക്കി വായിക്കാൻ എത്തിയിട്ട് വന്നാണ്. വായിക്കട്ടെ മിസ്സേ? നോക്കി വായിക്കാനോ? അല്ല, ക്യാമറ ഓൺ ചെയ്യും, ഞാൻ നോക്കട്ടെ. പറയൂ. നോക്കാനുള്ള പണിക്കാണ്, നോക്കി വായിക്കാനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ അതും കൂടി ഉണ്ട്. ഇപ്പൊ നോക്കി വായിക്കണം, നെക്സ്റ്റ് ടൈം നോക്കി വായിക്കാതെ പറയണം, ഓൺ വേർഡ്സ് ആയിട്ട് പറയണം. Okay. Good morning, everyone. My name is Tansira. I have 35 years old. I am a housewife. I have a son and daughter. Husband is in Gulf. My hobby, book reading. Play cycle. I have my mother, brother at my house. Self-confidence. I have been very low in confidence. Confidence was less than talking to people and public location. There was everything to do, but there was a confidence with no confidence. Slowly, I changed that behavior. A confidence was come for everything. Now I have to attend online Montessori class. The support of its Miss was given the tips to have confidence. Now I am happy. I am happy. Thank you. In the Montessori online class, there is also confidence to do. Thank you, ma'am. സ്വന്തമായിട്ട് എഴുതിയതാണ് അല്ലേ? പക്ഷെ അങ്ങനെ സ്വന്തമായിട്ട് എഴുതിയെങ്കിൽ നോക്കി വായിക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കി കുറച്ചുകൂടെ നമുക്ക് കേൾക്കാനും തനിച്ചൊക്കെ അത് പറയുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, ക്ലാസ്സില് കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടെ എഴുതാം, എന്നിട്ട് നന്നായിട്ട് തൊട്ട് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രശ്മി. രശ്മി. ഉണ്ട് മാം. ഓക്കെ, പറയൂ. Good morning, ma'am. Good morning. I am Rashmi Aromal, and I am going to speak about self-confidence.
Self-confidence is the beauty of mind, I think. Self-confidence means believing ourselves. Self-confidence is the power that is acquired from our soul itself. It is a power that we feel very happy and we feel very satisfied in ourselves. Uh, Best example is I will not say any APJ Abdul Kalam. I will not say any examples like that. Self-confidence means it is present in our class too, our lovely Chechi. When I heard about her story, I think it is the level of highest level of confidence that I am 32 years old, but still I am in a dilemma that whether I will get a job. See, my ambition is to become something in my life. That I have conquered many degrees in my life, but still I am in as a house. I am struggling as a housewife. But there will be something missing in my life that I should have to take forward myself to the society. So parallelly, I am taking these Montessori courses and also PSC in parallel life. And in still in that moment also, I think that whether I will become success in my life or not in any courses. So up to 36 years old, we can write PSC. If I will not get any job in PSC, then I have to go forward in my life. And being a housewife is not my concern. I'm not at all satisfied in that thing. So I put forward a parallel thing that I have to do anything that I like teaching profession. So I took the profession, that means I was not completed in B.Ed anything. So I took the chance of taking a Montessori course. And I am here in front of you to speak something. So, like Dolly Chechi, Lovely Chechi, she said that she is 50 years old. Is 32 years old. Me, I am thinking that whether I will become success in me or not, whether this course will give a positive energy for me or not. I'm in a dilemma. But she is saying that she is perfectly all right with this course. She is enjoying this course. And I think that is the level of confidence is very appreciable, Lovely Chechi. And self-confidence is means happy with we have to be happy with ourselves. Don't think that whether he will or she will or any society will think about me in a vulgar way. Don't think about it. Be happy with us and don't find happiness from any others. If you are in a problem with your family, don't think that they are they are not making me happy. I'm not satisfied with anyone. Don't think about that. Find happiness from yourself, and confidence will definitely come through your way. And this is all about that I can say about self-confidence, ma'am. And I'm not prepared about anything to speak like this. Thank you. Okay, Rashmi, yeah. ഓക്കെ, ഇനി ആർക്കെങ്കിലും മലയാളത്തിൽ സംസാരിക്കാനുണ്ടോ? കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വേണ്ടതുമാണ്. നമുക്ക് പക്ഷെ ഉള്ളത് ഒരു കാര്യമാണ് അല്ലെ, കോൺഫിഡൻസ് ഇല്ലാത്തൊരു മനുഷ്യന്മാരെ ഇല്ല, ഭൂലോകത്തില്ല. കാരണം എന്റെ അനുഭവം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ സിക്കായിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും പിള്ളേരും എൻ്റെ മമ്മിയും എല്ലാവരും ചേച്ചിമാർ, എനിക്ക് 4 ചേച്ചിമാരാണ്, ഞങ്ങൾ ആങ്ങളമാരൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് വറിയായി കരയലും. ഞാൻ ഒന്നിനും എനിക്കിത് അറിഞ്ഞിട്ട് എനിക്ക് കരച്ചിലേ വന്നില്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എല്ലാത്തിനും നേരിടണം. പിന്നെ ദൈവം കൂടി ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണോണ്ടൊരു ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് മാം. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. ദൈവം കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടന്നു. ആ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് ഇത്രയും നേടാൻ പറ്റി. എൻ്റെ ഒരു കോൺഫിഡൻസ് വരുന്നു. എനിക്ക് കീമോ 8 ഉണ്ടായിരുന്നു. 8 കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈശോയുടെ അത് മാറ്റം എനിക്ക് വരുത്തരുതേ, എനിക്ക് റേഡിയേഷൻ ഇത്ര പേടിയാണ്. കീമോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പം നമ്മൾ എങ്ങനെ കോൺഫിഡൻസോടെ നേരിട്ടാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. കാരണം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് കീമോക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ വന്ന് കിടക്കാറൊന്നുമില്ല. എൻ്റെ ചേട്ടൻ്റെ പിള്ളേരുടെ ഒപ്പം നടക്കും. അവർ കിടക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാം, അവർ കിടക്കുമ്പോൾ മാത്രം കിടക്കുള്ളായിരുന്നു. ക്ഷീണം എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനെ പറ്റി പറയാനാണ്. ഇതെനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ കറക്റ്റായിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്നേരം പറയാതിരുന്നത് മാം. അപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ദൈവം തന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് എന്തും ലഭിക്കും, കോൺഫിഡൻസ് ലഭിക്കും. നമുക്ക് എല്ലാത്തിനെയും നേരിടാനും എന്തും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം തരും.
അപ്പോൾ നമ്മുടെ ആ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കെല്ലാം എല്ലാ ഗോൾസും നമുക്ക് കിട്ടും. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് തിരിച്ചറിയുന്ന മൊമെന്റ് എപ്പോഴെങ്കിലും ഏതെങ്കിലും മൊമെന്റ് വരുമ്പോഴായിരിക്കും നമുക്ക് റിയലൈസ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ വരെ നമ്മൾ എത്തണമെങ്കിൽ എല്ലാവർക്കും കോൺഫിഡന്റ് ആണ്, എല്ലാവരും കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അങ്ങോട്ടും അത് വേണം, അത്യാവശ്യമാണ്. കാരണം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്നും എത്താൻ പറ്റില്ല. ലൈഫിൽ നമുക്ക് ഒരു അച്ചീവ്മെന്റ്സും പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സിബി, സിബി സംസാരിക്കൂ. ഇംഗ്ലീഷിൽ പറയാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ മോണ്ടിസോറി ക്ലാസ്സില് സംസാരിക്കാനായിട്ട് ഒരുപാട് പേര് റെഡിയാണ്. ഞാൻ ഒരുപാട് ബാച്ചസ് എടുക്കുന്നുണ്ട്. അതില് നമുക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് ലൈഫിലുള്ള ഓരോ എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഷെയർ ചെയ്യുന്ന ഈ ക്ലാസ്സിലായിരിക്കും. ഓക്കെ, അപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണാം. ഓക്കെ, സിബി സംസാരിച്ചോളൂ. ഓക്കെ മാം, മാം ഞാൻ എഴുതി, പക്ഷെ അത് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാനൊന്ന് പറഞ്ഞു നോക്കാം എൻ്റെ സെൽഫ്. ഓക്കെ മാം, താങ്ക് യു. Good morning, ma'am. Good morning, all of you. My name is Bimol. I'm from Kerala, Kollam, district Kollam. I'm married. And I have two kids. Elder one is boy and the younger one is girl. Boy is in third standard and girl is in second standard. And I have one sister. She is also married and she has a kid. That is boy. And my opinion is self confidence is believing ourselves and believe our ability and believe in ourselves. Um, um, I have no self confidence, ma'am. Now a little bit confidence inside me. Before my marriage, I was in Delhi. Around 10 years I'm there. There I faced very so much problems in my life that I no confidence inside me. I have no confidence, and I am very emotionally weak person. Not only that time, now also I am a very emotionally weak person. I am very fast crying and all. Um, no, emotionally very weak. And that time I faced very there was in Delhi. I faced a very bad situation I'm going through. Nobody helped me, support me. Only my mother stand with me, and she only take care of me. She only talk with me all the time, and she only take care of me. Um, then I have no friends is there because of my shy. I'm a very shy person, and I couldn't mingle with them, my friends. Not only that time, now also I don't have more friends because of my problem, and I couldn't go somewhere far places to tour program for my tour program because that is also my problem. I have a vomiting tendency in my life because I couldn't go somewhere far places to vacation and all. My last trip was in Kanyakumari, Vignam Kanyakumari trip. That is my, I think that is my fifth standard. I studied fifth standard that time. Then that time only my mother helped me and talked with me, and she encouraged me always, and she her support with me always. And then I got married. Then before 5 years, I have a very big problem in my life. That is my life changing problem. That was my life changing problem. So I don't know. Uh, Before 5 years, I have no confidence inside me. These last 5 years,
during this period is my very big experience in my life, and I have little bit confidence now inside me, and I don't know how I live and how I suffer that things, but I now I realize how we stand alone, and how we face problems, and how we solve that problems. Uh, I don't know, and God with me, and my mother with me. That is I sitting like this, and my friends. Um, Thank you, ma'am. I don't know how Yeah. to say this speech, but I try, ma'am. No, I don't know. This is correct or not, I'm telling you. Thank you, ma'am. Thank you all. ഓക്കെ സിബി എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നല് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫ്രണ്ട്സ് ഇല്ലാന്ന് പറഞ്ഞു. ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഈ കോഴ്സില് ജോയിൻ ചെയ്ത അന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ ഇനി സിബിക്ക് ഫ്രണ്ട്സ് ഇല്ലാന്ന് പറയരുത് കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പൊ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പില് ചുമ്മാ എങ്കിലും സംസാരിക്കൂ. ഓക്കെ, സിബിനെ കുറിച്ചുള്ള എല്ലാവരും ആക്റ്റീവ് ആക്കോട്ടോ എല്ലാവരും. ഓക്കെ, സിബിയുടെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ. സിബി നല്ലൊരു സഹകരണമാണ് ഗ്രൂപ്പിൽ. എല്ലാവരും നന്നായിട്ട് എല്ലാവർക്കും സംശയങ്ങളൊക്കെ തീർത്ത് എല്ലാവരും അങ്ങോട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ എപ്പോഴും ഗ്രൂപ്പ് ആക്റ്റീവ് ആയിട്ടിരിക്കുക. സബ്ജക്ട് വൈസ് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ സിബി പറഞ്ഞ പോലെ സിബിക്ക് സംസാരിക്കാനോ എന്ന് പറഞ്ഞു. ആ ഒരു എൻജോയ്മെന്റ് അപ്പോ നമ്മള് സ്വയം കുറെയൊക്കെ മാറ്റാൻ നോക്കാം കേട്ടോ. എല്ലാവരും ഇപ്പൊ ഞാനും കുറച്ച് ഇമോഷണലി കുറച്ചുകൂടി വീക്കാണ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. സോ നമ്മൾ മാറാൻ നോക്കാം. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും നല്ല നല്ല കാര്യങ്ങൾ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ നടക്കാത്തവര് എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലും പ്രോബ്ലംസ് എന്തായാലും ഉണ്ട് അല്ലെ? ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന എന്റെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് അല്ലെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. അങ്ങനെയാണ് പൊതുവെ ലൈഫ്, എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും നമുക്ക് സന്തോഷം മാത്രം കിട്ടോ? ഒരിക്കലില്ല. സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു സങ്കടം എന്തായാലും ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ റിയലൈസ് ചെയ്യുക, അതിന്റെ കൂടെ നമ്മൾ ജീവിക്കുക. ഓക്കെ, സന്തോഷം എപ്പോഴും നമ്മൾ സന്തോഷിക്കുക. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. ഓക്കെ, ജനിച്ചാൽ ഒരു ദിവസം എന്തായാലും നമ്മൾ പോണം. അപ്പൊ അത്രയും ഒരു പീരീഡ് മാത്രമേ നമുക്കുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കുക. ഞാൻ ഇങ്ങനെയാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ മാറാൻ കേട്ടോ. പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ മുന്നേ ഭയങ്കരമായി പോണം. ഇപ്പോഴും ആ വിഷമം മനസ്സിലുണ്ട്. അത് ഓർക്കുമ്പോ കാര്യം. പക്ഷെ എനിക്ക് ഞാൻ മരിച്ചാൽ മതി എന്നൊരു ചിന്ത ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിരിക്കുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഈ സംസാരിക്കാനുള്ള ഇത് കൊണ്ട് ഞാൻ അധികം ഫ്രണ്ട്സുമായിട്ട് തമാശ പറയാനൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ അധികം ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഇത് ആവാറില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല എനിക്ക്. ഒരു ഫ്രണ്ട് പോലും ഇല്ല സത്യം പറഞ്ഞത്, പേഴ്സണലി പറഞ്ഞത്. ഞാനിങ്ങനെ ഒരുപാട് തമാശ പറയാൻ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഫ്രണ്ട്സ് ഇല്ലെന്ന് അത് പറയണ്ട. ജീവിതം ബിസി അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ജീവിതം ബിസി ആണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇതൊന്നും ഓർക്കാനുള്ള നേരെ ഉണ്ടാവില്ല. ഒരു കാര്യം കഴിയുമ്പോ അടുത്ത കാര്യത്തിലേക്ക്. എന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഒരു വിഷമം ഉണ്ടാവില്ല. പിന്നെന്താണ്, അങ്ങനെ ചിന്തിക്കാത്തവരും ലൈഫിൽ ഉണ്ടാവില്ല സിബി. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്ര പേരില്ലേ, എല്ലാവരുടെ ലൈഫിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോ ഞാൻ തന്നെ ഒരുപാട് ക്ലാസ് ഞാൻ പറഞ്ഞു, മോണ്ടിസോറി ക്ലാസ്സിൽ ചില കുട്ടികളുടെ ഒക്കെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മള് ഇത് തന്നെ സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ അവരതെല്ലാം അതിജീവിച്ച് ഇവിടെയും വരെ എത്തി. അതാണ് കാരണം. നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ കുറെ സുഖങ്ങളും കുറെ ദുഃഖങ്ങളും ഉണ്ടാവും. പക്ഷെ സുഖം മാത്രമായാലും അതൊരു രസമില്ലല്ലോ. കുറച്ച് ദുഃഖം ഉണ്ടാവണം, കുറച്ച് സുഖം ഉണ്ടാവണം. എന്നാലേ ഉള്ളൂ ജീവിതത്തിന് അതിൻ്റെതായ ഒരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. കുറെ സഹനങ്ങളിലൂടെ പോയാല് നമുക്ക് നന്മ വരും. അതുകൊണ്ട് സിബിനെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കുക.
എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വന്നാൽ ഇവിടെ ആരെങ്കിലൊക്കെ വിളിച്ചൊന്ന് സംസാരിക്കും, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇപ്പൊ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലാണെന്ന് ഷെയർ ചെയ്യാം. അതങ്ങോട്ട് മാറിക്കോളും. പിന്നെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നതൊക്കെ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. ഒന്ന് സംസാരിച്ചു നോക്കും ഫ്രണ്ട്സിനോടൊക്കെ. അപ്പൊ നിങ്ങൾ ഇവിടത്തെ എല്ലാവരും നമ്മള് എന്നെ വിളിച്ച സ്ഥിതി ഞാൻ മോട്ടിവേറ്റ് ആവും. ഒരു കുഴപ്പമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് ടെൻഷനൊക്കെ പോയി കിട്ടൂട്ടാ. ഗ്രൂപ്പിൽ നല്ല രസം. സിബി സംശയം ചോദിക്കാറുണ്ട് ഗ്രൂപ്പിൽ, പക്ഷെ അങ്ങോട്ട് വേറെ കുഴപ്പമൊന്നും, സിബി ആക്റ്റീവ് ആയിക്കോളും, എല്ലാം ശരിയാവും. നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെയാണല്ലോ. മുല്ലപ്പൂ പൊടിയിട്ട് കിടക്കും കല്ലിനെ കൊണ്ടൊരു സൗരഭ്യം. അതാണ്, അങ്ങനെ ഒരാളായിട്ട് മാറട്ടെ സിബി. ഓക്കെ, ആക്റ്റീവ് ആക്കുക എല്ലാവരും. കാരണം ഇതുപോലെ ക്ലാസ്സില് പല പല നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരു പല പല സ്ഥലത്തു നിന്നാണ് എല്ലാവരും ഒരു ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? പരസ്പരം ആരും അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു ബാച്ച് ഉണ്ട്, അതിലും അത്യാവശ്യം 90 above സ്റ്റുഡൻസ് ഉണ്ട്. അവര് ഫുള്ള് ഭയങ്കര ബോണ്ടിങ് ആണ്, പരസ്പരം നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, പല സ്ഥലങ്ങളാണെങ്കിലും അവരിപ്പോ അത്രക്ക് നല്ല ഫ്രണ്ട്സാ. അതുപോലെ ആകാൻ ശ്രമിക്കൂ എല്ലാവരും. കാരണം ഗ്രൂപ്പിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ആണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിനോട് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാ ടെൻഷനും നമ്മൾ മറക്കും അല്ലെ? അങ്ങനെയാണ് പൊതുവെ. അപ്പോ അങ്ങനെയൊന്നും മാറാൻ ശ്രമിക്കുക എല്ലാവരും. ഈ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടെ, എല്ലാം പോട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് അത്രത്തോളം നിങ്ങൾ സ്വപ്നം കാണാം. നെഗറ്റീവ്സ് എപ്പോഴും നെഗറ്റീവ് മാത്രം ആലോചിച്ചിരിക്കരുത് കേട്ടോ, മണ്ടത്തരാണ്. ഒരിക്കലും നെഗറ്റീവ് ആലോചിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. അത് നടക്കും എന്നാ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് വരും, അത് ഷുവർ ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എക്സ്പീരിയൻസോടെ ഞാൻ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. എന്ത് ചെറിയ കാര്യമാണെങ്കിലും, അതിപ്പോ എത്ര വലിയ കാര്യമാണെങ്കിലും പോലും നിങ്ങൾ ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതിന്റെ പുറയൊന്ന് ജസ്റ്റ് ഒന്ന് പുറയൊന്ന് പോവാ, നമുക്കത് കിട്ടും, ഷുവർ ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാണ്ട് പിന്നെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത് സിബിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് ആരാ പറഞ്ഞേ? സിബി കോൺഫിഡന്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കില്ലല്ലോ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല, ക്യാമറ ഓൺ ചെയ്ത് എന്നോട് സംസാരിക്കില്ല, ഇത്രയും കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യില്ല. സോ യു ആർ ഓൾസോ കോൺഫിഡന്റ്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ TTCക്ക് ചേർന്നായിരുന്നു. പക്ഷെ എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മോണ്ടിസോറിയിൽ ചേർന്നത് ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ചേർന്നത്. അപ്പം ടീച്ചറിന്റെ ഇതെല്ലാം പെട്ടെന്ന് ഞാൻ അതിലോട്ട് മാറിയത്. അപ്പം എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ടീച്ചർ ആവുക എന്നുള്ളത്. പക്ഷെ ഞാൻ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കണം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ശരിയാവുമോ. കാരണം വലിയ ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ നടക്കുമോ എന്നറിയില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ റെക്കോർഡ് ബുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ കുറേ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, വേണ്ട നീ ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ അതിലേക്ക് കയറി. അതാകുമ്പോൾ പെട്ടെന്നൊരു ചെറിയ പ്രോബ്ലം ഇതിന് ഞാൻ പെട്ടെന്ന് വീക്കാവും. അതാണ് എന്റെ പ്രോബ്ലം. അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം കേട്ടോ സബി. കുറെയൊക്കെ നമ്മൾ തന്നെ അപ്പൊ ഇപ്പൊ പറയുമ്പോ സിബി കോൺഫിഡന്റ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോ സിബി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോ നമ്മുടെ മൈൻഡ് അല്ലേ പഴയ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ അങ്ങനെ കയറി വരും. ആ ടൈമിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വീക്ക് ആയിട്ട് പോകും. അപ്പൊ അതൊന്നും ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഒന്നില് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കില്ല, നമുക്ക് ആലോചിക്കാൻ ടൈം കിട്ടില്ലല്ലോ. അതാണ് ഞാനും പറഞ്ഞ മിസ്. അതാണ്, അപ്പൊ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് നമ്മൾ മനഃപൂർവ്വം ആലോചിക്കുന്നതല്ല കേട്ടോ, അറിയാതെ വരുന്നതാണ്. വെറുതെ ഇരിക്കുകയാണല്ലോ. ഞാനും അതെ മാം, സിബിയുടെ പോലെയായിരുന്നു. എല്ലാത്തിനും പേടിയായിരുന്നു, എല്ലാത്തിനും എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ അനുഭവങ്ങള് നമുക്ക് കോൺഫിഡൻസ് തന്നു. അതായത് മാം, കാരണം ഞാൻ ഇപ്പൊ ഈ 5 വർഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു, താഴേക്കുള്ളതിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുക. നമുക്ക് ഇത്ര ആരോഗ്യവും ഇതൊക്കെ ഉണ്ട്, നമ്മളെക്കാളും എന്തോരം ഇതിനൊന്നും പറ്റില്ലാത്തവരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരെ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷമമൊന്നും ഒരു വിഷമേ അല്ല. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ. അത് ശരിയാണ്. നമ്മൾ ലൈഫ് നമ്മൾ കാണാത്തോണ്ടാണ്. നമ്മളെക്കാളും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും. പക്ഷെ അവരൊക്കെ നല്ല കോൺഫിഡന്റ് ആയിട്ട്
അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മള് നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് അതെനിക്ക് ഇപ്പൊ നമുക്ക് എല്ലാരും ഉണ്ട്, ആലോചിച്ച് നോക്കിയാ നമുക്ക് എല്ലാരും ഉണ്ട്. എനിക്കൊരു കുറവില് മാത്രമേ നമ്മൾ പിടിച്ചിക്ക, അയ്യോ എനിക്ക് അതില്ലല്ലോ എന്ന് ആലോചിച്ചാൽ അടുത്ത ടെൻഷൻ. എന്തിനാണ് നമുക്ക് ഉള്ളതിനെ പറ്റി ആലോചിക്കും, ഇല്ലാതിനെ പറ്റി ചിന്തിക്കേണ്ട. ഉള്ളതിനെ പറ്റി ആലോചിച്ച് അതില് നമ്മള് ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. എനിക്കിപ്പോ അതില്ലല്ലോ, എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാം, ഞാൻ എങ്ങനെ പഠിപ്പിക്കാൻ പോകും എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇറങ്ങുക, പഠിപ്പിക്കാൻ പോവാ. ഇഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ റെഡിയാകുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ടീച്ചർ ആകും, അത് ഷുവർ ആണ്. ശ്രമിക്കാഞ്ഞിട്ടാണ് കേട്ടോ, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പൊസിഷനിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴേ തുടങ്ങിയ ട്രൈ ചെയ്യുക. ഒരു ട്യൂഷൻ ആണെങ്കിൽ പോലും എടുത്തെങ്കിൽ അത് ടീച്ചറാണ് അല്ലെ. ഒരു കുട്ടി വന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓക്കെ, എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പഠിപ്പിക്കാൻ പറ്റും, ടീച്ചർ ആകണമെന്നുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളിലൊരു ടീച്ചർ ഉണ്ടെന്ന് തന്നെയാണ്. സോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈം. എങ്ങനെയൊക്കെയാ ക്ലാസ് എടുക്കുക അറിയില്ലല്ലോ. പക്ഷെ എന്താണ്, അത് നമ്മള് അങ്ങോട്ട് നേരിട്ട് അതിനെ ഫേസ് ചെയ്തു. പിന്നെയാണ് കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാം ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ജനിച്ചു വീണ അന്ന് മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ടൈം ആണ്. പിന്നെയാണ് അത് എക്സ്പീരിയൻസ് ആയി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരാം. ഇപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് അല്ല അല്ലെ. നോബഡി ഈസ് പെർഫെക്റ്റ്, ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെയും വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. അവള് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക, അതിൽ നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, മറ്റുള്ളവരുടെ കാര്യം ഒന്നും ആലോചിക്കേണ്ട. നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പൊ തന്നെ നമുക്ക് ഒരുവിധം ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം അപ്പൊ തന്നെ വരും. ഓക്കെ, നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കൊന്ന് ഡൗൺ ആവാം. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, എല്ലാവരും ഒരേപോലെയാണ്. ക്ലിയർ അല്ലേ? കുറെ ബുക്കൊക്കെ വായിക്കാം. മുംബൈയിലായിരുന്നു. ഇപ്പൊ മാമിനോട് സംസാരിച്ചപ്പം പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. അല്ലാതെ ഇപ്പൊ ഞാൻ ഓർക്കാറില്ല അതൊന്നും. ഇപ്പൊ ഞാൻ ബിസിയാണ് ഈ മോണ്ടിസോറി കോഴ്സ്, അതിന്റെ ആക്ടിവിറ്റി എല്ലാം. കാരണം എനിക്ക് ടീച്ചർ ആവണം, എന്റെ കുഞ്ഞുനാളെ തൊട്ടുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മാഡത്തിനോട് ഇങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചത്. കാരണം നമ്മൾ സംസാരിച്ചാലല്ലേ പഠിക്കുള്ളൂ. അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുള്ളൂ തെറ്റാണോ ശരിയാണോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തത്. അങ്ങനെ ഞാൻ ക്യാമറ മുന്നിലൊന്നും വരാറില്ല, പക്ഷെ എന്തോ തോന്നി, അങ്ങനെ വന്നതാണ്. സംസാരിച്ചു, ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചു. എന്താണ് തോന്നിയത്? സിബിക്ക് എന്ത് തോന്നി സംസാരിച്ചതിന് ശേഷം? എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കൂടി. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സംസാരിക്കാൻ. എന്റെ ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഉണ്ടെങ്കിൽ എന്റെ കുട്ടികള് ഇതില്ലല്ലോ, നോർമൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം കുഞ്ഞുങ്ങളെ എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ല, അവര് CBSE സ്കൂളിലല്ല അവർ പഠിക്കുന്നത്, നോർമൽ സ്കൂളിലാണ്. അപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവരെ എനിക്ക് പഠിപ്പിക്കാമല്ലോ, അങ്ങനെയും ഒരു ഇത് മനസ്സിലുണ്ട് എൻ്റെ. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പോയി സംസാരിക്കണം, പിന്നെ ടീച്ചർ ആവണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രണ്ടും. അതെനിക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. എനിക്ക് സംസാരിച്ചെങ്കിലേ അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡയറക്റ്റ് വന്നത്. അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഫോളോ ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് നടക്കുമെന്ന് അറിയില്ല എന്നൊന്നും ഒരിക്കലും ഇനി പറയണ്ട കേട്ടോ. നടക്കും, അങ്ങനെ ചിന്തിക്കുക. പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക. അത് നമ്മൾ നെഗറ്റീവ് പറയണ്ട, അയ്യോ ഇനി കുഴപ്പമില്ല എന്നൊക്കെ പറയില്ല. അങ്ങനെയല്ല, നടക്കും. എനിക്ക് ടീച്ചർ ആവണം, ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും എന്ന് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ചിന്തിച്ചിരുന്നാൽ മാത്രം പോരാ, അതിനു വേണ്ടി നമ്മള് കുറച്ച് പണിയെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച ആഗ്രഹം നടക്കും. ഓക്കെ ആണല്ലോ? ഇനി സിബി എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ മാം. ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് ഇടാറില്ല, പക്ഷെ ഇപ്പൊ സംസാരിച്ചപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റാത്തതായത് സംസാരിച്ചപ്പോൾ അത് ഓർമ്മ വന്നു, അതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഓർക്കാറില്ല. അത് ജോലിയിൽ നിന്ന് പോകും. ഓർക്കണ്ട, അത് മറന്നു വെച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് ഓർത്തത് എന്തിനാ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞതിനെ കുറിച്ച് വിഷമിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്തെങ്കിലും ലൈഫിൽ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാ അതൊക്കെ ആലോചിച്ചിട്ട്? അതിനും വേറെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ടെൻഷൻ അടിച്ച് നേടാനായിട്ട് ഒന്നുമില്ല. ടെൻഷൻ അടിക്കാതെ നമുക്ക് നേടാൻ പലതും ഉണ്ട്.
അതെ, ടെൻഷൻ അടിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. നടക്കാതെ നടക്കും. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ലൈഫിൽ എന്തൊക്കെ സംഭവിക്കാനുണ്ടോ അതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ് അല്ലെ? നമ്മളല്ല പ്ലാൻ ചെയ്യുന്നത് മാത്രം. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കണമെന്നില്ല. ശരിയല്ലേ? നടക്കാനുള്ള നടക്കുമെന്നേ. അപ്പൊ അതിന്റെ ലൈഫ് അങ്ങനെയാണ്. അങ്ങനെ മുന്നോട്ട് പോവാ, അതിന്റെ കൂടെ നമ്മൾ പോവാ, അതിന്റെ ഇടയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മൾ സാധിക്കുക. ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. അത്രയേ ഉള്ളൂ ലൈഫ്. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും മലയാളത്തിൽ സംസാരിക്കാൻ, ഇംഗ്ലീഷിൽ ആരും മലയാളത്തിൽ സംസാരിക്കാനോ? ഹലോ, ഒരു മിനിറ്റ്. കാരണം ഞാനിവിടെ ഈ ടോപ്പിക്ക് തരാൻ കാരണം എന്താണെന്ന് അറിയും. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നതെന്ന്? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരുടെ ലൈഫിലും ഈ പറയുന്ന ഈ ടോപ്പിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാനും അതൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്താൻ പറ്റും. അതിനാണ് ഈ ടോപ്പിക്ക് തന്നെ കേട്ടോ. അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ കൂടെ സംസാരിക്കുകയാണെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസ് കൂടി എന്നർത്ഥം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? നമുക്ക് ഒരുപാട് ടൈം ഇല്ല, പറഞ്ഞോളൂ. അശ്വതി പറയൂ. മിസ് മലയാളത്തിൽ സംസാരിക്കട്ടെ? അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ്. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ല, എല്ലാവരും എന്താ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ സംസാരിക്കണ്ടേന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ്. കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനും സമയം കിട്ടില്ല. ഇപ്പൊ അത് കരഞ്ഞപ്പോ ഞാൻ എടുത്ത് പിടിച്ചോണ്ട് തന്നെ ക്ലാസ് കേൾക്കണേ. ഞാന് എന്റെ പേര് അശ്വതി PA. എനിക്ക് 2 പിള്ളേരുണ്ട്. ഇത് 6 months. മോൻ 2nd standardലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്കൊരു കഥ പറയാനാ വന്നത്. ഞാൻ ഇന്റർവ്യൂവിന് പോയൊരു കാര്യം പറയാനാണ് ഇപ്പൊ വന്നത്. അംഗൻവാടി ടീച്ചറിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയി ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. അപ്പൊ അവരെന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഡാൻസർ ആണ്. അങ്ങനെ പറഞ്ഞപ്പോ അവരൊന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ ഇന്റർവ്യൂവിൽ 50ഓളം പേരുണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് ലിസ്റ്റിൽ പേര് വന്നു. സെലക്ട് ആയി ഞാൻ ഇന്റർവ്യൂവില്. അത് കഴിഞ്ഞ് അവര് പറഞ്ഞ റെക്കമെൻഡ് ചെയ്യാൻ ആള് വേണമെന്ന് പറഞ്ഞു ജോലിക്ക്. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ പരിചയമില്ല. ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്ത് തന്നെ ആരും അറിയത്തില്ല. അങ്ങനെ ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി. റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ആ ജോലി കിട്ടിയില്ല. ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് പോയ ഇന്റർവ്യൂ ആണ്. പക്ഷെ അതിൽ ഞാൻ സെലക്ട് ആവുകയും ചെയ്തു. പേരൊക്കെ വന്നപ്പോ ജോലി കിട്ടാത്തതിന്റെ ഒരു വിഷമമായിരുന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ കിട്ടി. എന്റെ അംഗൻവാടിയിൽ ടീച്ചർ പറഞ്ഞാണ് ഞാൻ ഇതിൽ കയറിയത്. അപ്പൊ എന്തായാലും എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഇതിൽ കയറി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം, ടീച്ചർ ആവണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. ഓക്കെ, നടക്കട്ടെ. എല്ലാവരും ടീച്ചർ ആകൂട്ടോ. പിന്നെ ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് എല്ലാവരുടെയും ഒരു പേടി. അങ്ങനെ ചിന്തിക്കരുത്, ആരും ചിന്തിക്കരുത്. ഇംഗ്ലീഷ് അറിയില്ല, ശരിയാണ്. പക്ഷെ അത് അറിയേണ്ടതുമാണ് കേട്ടോ. പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമ്മുടെ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ നോക്കുക. പിന്നെ കോൺഫിഡന്റ് ആയിട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇന്റർവ്യൂവിനെ ടച്ച് ചെയ്യുമ്പോൾ അവര് നമ്മുടെ വേറൊന്നും ഒരിക്കലും ശ്രദ്ധിക്കുക. നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അത് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, അതൊക്കെയാണ് നോക്കുക. മനസ്സിലായോ? അങ്ങനെയൊക്കെ ജോലി കിട്ടിയവരുണ്ട്. ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ലെങ്കിൽ പോലും കോൺഫിഡൻസ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്ക് ജോലി കിട്ടിയവരുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിലാണ് കാര്യം, കോൺഫിഡൻസിലാണ് കാര്യം. എല്ലാവരും ഇപ്പൊ എല്ലാം അറിയാം, ലാംഗ്വേജ് ഫ്ലുവന്റ് ആണ്, എല്ലാം അറിയാം. പറയുന്ന കോൺഫിഡൻസ് ഇല്ലെങ്കിലോ നമ്മൾ ഇന്റർവ്യൂ എന്തായാലും ഫെയിൽ ആവും, ഷുവറാണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നന്നായിട്ട് ആക്റ്റീവായിട്ട് ആത്മവിശ്വാസത്തോടെ എപ്പോഴും ഇരിക്കാൻ നോക്കാം. എല്ലാവരുടെ ഉള്ളിലും പറയുന്ന എന്താണ് കോൺഫിഡൻസ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. നമ്മൾ ഓരോ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് നമുക്ക് തോന്നാം. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ഫേസ് ചെയ്യുക, ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുക. ഓക്കെ, അതിനെ മറികടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും. വീണ്ടും നമുക്ക് അതിനേക്കാൾ വലിയ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പിന്നെയും അത് ഫേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും എത്തുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളെല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട്. അങ്ങനെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് മാം, തീ കൊരുത്തത് വെയിലത്ത് പാടില്ല. മാം ഞാനാണ് പറഞ്ഞോട്ടെ? ഞാനാണ് മാം. അതായത് നമ്മള് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നു. ഞാനാണെങ്കിൽ ഒറ്റ മോളാ, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ. ഞങ്ങൾക്ക് കുറച്ച് ബിസിനസിന്റെ ഒക്കെ പ്രശ്നം വന്ന് ഈ രാജാവിൽ നിന്നും
ഇവിടെ തെരുവിലേക്കെന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു അമ്മ പപ്പയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ആളുണ്ടെങ്കിൽ അർത്ഥം ഉണ്ടാവും. അർത്ഥം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട് മാം. മീനിങ് എന്ന അർത്ഥമുണ്ട്, അർത്ഥം ധനം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 0-ൽ നിന്നും തുടങ്ങി. അപ്പൊ ചോദിക്കും ഇപ്പൊ എവിടെയെങ്കിലും എത്തിയോ? ഇല്ല, എത്തിയില്ല. എങ്കിലും 0-ൽ നിന്ന് തുടങ്ങി. പക്ഷെ അമ്മയുടെ ആ കോൺഫിഡൻസ് ലെവലാണ് ഞങ്ങളൊക്കെ ഇന്നും ജീവനോടെ ഇരിക്കാൻ കാരണം. അത്രയും മാത്രം ബിസിനസ് ഒക്കെ പൊട്ടി ഏറ്റവും അങ്ങ് എത്തിയായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വന്നത്, ഞാനൊരു അഫർമേഷൻ ബുക്ക് എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുണ്ട്. എഴുതി വെക്കും ഞാൻ പണ്ട് എനിക്കൊരു സുഖേട് ഉണ്ടായിരുന്നു, ഡയറി എഴുതുന്ന ഒരു സുഖേട്. എന്നുവെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി അങ്ങോട്ട് എഴുതി പിന്നെ അത് വായിച്ച് പിന്നെ അതിനെ നെഗറ്റീവ്സ് മൊത്തം മനസ്സിൽ കൊണ്ടു നടന്ന് വിദ്വേഷം കൊണ്ട് നടന്ന് പിന്നെ എനിക്ക് ഒരു സമയം എത്തിയപ്പം എനിക്ക് മനസ്സിലായി ഇതിലല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നമ്മൾ അഫർമേഷൻ എഴുതണം. ഇതാണ് എൻ്റെ അഫർമേഷൻ ബുക്ക് മാം. ഇത്രയും ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതാണ് എൻ്റെ അഫർമേഷൻ ബുക്ക്. അതിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ, ഞാൻ ഹിമാലയത്തിൽ പോകണമെന്ന് വരെ ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ മാം, ഇത് കുറച്ച് നാളായി ഞാൻ എഴുതുന്നു. ഇതിൽ 50% കാര്യങ്ങൾ എൻ്റെ നടന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് മോണ്ടിസോറി കോഴ്സിന് അറ്റൻഡ് ചെയ്യണം എന്ന് വരെ എഴുതി. അതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു മാം. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് മോണ്ടിസോറി ക്ലാസ്സിലാണ്. അതുപോലെ ട്യൂഷൻ എടുക്കണം, കുറച്ച് ഏൺ ചെയ്യണം. ഇതൊക്കെ ഇപ്പൊ ഏണിങ്ങില്ല എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ ഡയറി അല്ല എഴുതേണ്ടത്, അഫർമേഷൻസ് ആണ് എഴുതേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അഫർമേഷൻസ് ചെയ്ത, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തും ആയിക്കോട്ടെ, കമ്മൽ വാങ്ങണം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു ഡയറി മിൽക്ക് കഴിക്കണം, ഇതൊക്കെ അഫർമേഷൻസ് ആണ്. നമുക്ക് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നമ്മളൊരു 10 ദിവസം കൊണ്ട് ഇത് വായിച്ചാലും 50% കാര്യങ്ങൾ അതിൽ നടക്കും. എനിക്കിത് ഉറപ്പാ. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മാം. അത് എല്ലാവരും വിശ്വസിക്കത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കും. കാര്യം എനിക്ക് നടന്നിട്ടുണ്ട് പല കാര്യങ്ങളും. അത് ഈ കഴിഞ്ഞ SIയുടെ ഒരു ഇതില് ഞാൻ പ്രിലിംസ് എനിക്ക് കിട്ടി, മെയിൻസ് എനിക്ക് കിട്ടിയില്ല. കാര്യം എന്താ, കിട്ടാഞ്ഞതല്ല മാം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി, ഇതെനിക്ക് കിട്ടുമോ, ഇത് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, SI ഒക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ആര് നോക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന് എൻ്റെ ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല, എൻ്റെ കാര്യം പോയി. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രിലിംസ് ഞാൻ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടുമെന്ന് എനിക്ക് വെൽ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെയിൻസിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ അഫർമേഷൻസ് എന്ന നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അതൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അവിടെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരും മാം. അപ്പൊ ഞാനിപ്പോ സിബിയുടെ ആ ഒരു കാര്യം കേട്ടപ്പോ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അതായത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അത് നടക്കും കേട്ടോ. നമ്മൾ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതൊന്ന് വായിച്ചാൽ മതി, നമ്മുടെ 50% കാര്യം നടക്കും. പിന്നെ അത് നമുക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അപ്പൊ അത് തീർച്ചയായിട്ടും നടക്കും. എല്ലാവരുടെ ഡ്രീംസ് നടക്കും. ഓക്കെ മാം. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ചുമ്മാ പറയുന്നല്ല. അത് നമ്മള് നിങ്ങൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ചുമ്മാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടാകാം. ഇപ്പൊ എന്റെ ആഗ്രഹം എന്തായിരുന്നു, കുഞ്ഞിലെ ചോദിക്കുകയാണെങ്കിൽ ടീച്ചറാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ടീച്ചർ ആകണമെന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആകുമോ, അതും ഇംഗ്ലീഷ് ടീച്ചർ ആകുമ്പോൾ ഭയങ്കര ആഗ്രഹം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പേടിയുമായിരുന്നു, മനസ്സിലായോ? പക്ഷെ എന്തോ ആഗ്രഹത്തിന് പുറത്ത് ടീച്ചറായി, ഇംഗ്ലീഷ് ടീച്ചറായി എന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമുക്കിത് ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ടൈം കഴിഞ്ഞു, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, 11:30 ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ സൈൻ ഔട്ട് ആരാ പറയാം? ഞാനാണ് മാം. ഓക്കെ, പറയൂ. Good morning. Today I am going to do sign out. Thank you, Mariam, for melodious and beautiful prayer. Thank you, Rachel, for signing. It was wonderful. Thank you, Tessie, for the thought of the day. And thank you, ma'am, for the extraordinary topic. It really boosted our self-confidence. Some of the students in our class were talking about self-confidence, and it was great. Once again, thank you, ma'am, for the wonderful class. Thank you, everyone. Have a great day. Okay, thank you all. സിബി പറഞ്ഞത് ഞാൻ കറക്റ്റ് തെറ്റുണ്ടോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. തെറ്റ് ഞാൻ നോക്കുന്നില്ല, സംസാരിച്ചല്ലോ ഇംഗ്ലീഷിൽ, അത് തന്നെ ധാരാളം. ഓക്കെ, സോ താങ്ക് യു ഓൾ. See you in the next class. Okay, bye. Thank you, ma'am.